പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. വാട്ട് ഈസ് ദി മോഡേൺ പീരിയോഡിക് ടേബിൾ കോൾഡ്? മോഡേൺ പീരിയോഡിക് ലോ എന്താണ്? ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻ of their atomic number. The physical and chemical properties of elements are the periodic functions of their atomic numbers. Atomic numbersന്റെ periodic function ആണ് എലമെൻസിൻ്റെ ഫിസിക്കലും കെമിക്കലും പ്രോപ്പർട്ടീസ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിന് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നു. ഇനി വാട്ട് ഈസ് മീൻ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ ആറ്റോമിക് നമ്പർ? പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ ആറ്റോമിക് നമ്പർ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ മീനിങ്? പീരിയോഡിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ atomic numbers means that if elements are arranged in increasing order of their atomic masses, എലമെൻസിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ then after a fixed interval ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ഫിക്സ്ഡ് ഇൻ്റർവൽ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ ഒരു ഫിക്സ്ഡ് ഇൻ്റർവൽ വരുമ്പോൾ, ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവൽ വരുമ്പോൾ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇറ്റ് മീൻസ് എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഫോൾ ഇൻ വെർട്ടിക്കൽ കോളം. ഈ വെർട്ടിക്കൽ കോളത്തിലുള്ള എലമെൻറ്റ്സ് എല്ലാം സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ ആറ്റോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഇപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മളിത് കുറച്ച് പറഞ്ഞതാണ്. വാട്ട് ഈസ് ദി കോസ് ഓഫ് പീരിയോഡിക് റെപ്പറ്റീഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ്? ഇങ്ങനെ പീരിയോഡിക് റെപ്പറ്റീഷൻ വരാൻ, ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് ഇങ്ങനെ പോയിട്ട് എയ്ത്ത് വന്നപ്പോൾ ഇവിടെ വന്നു, വീണ്ടും എയ്ത്ത് ഇങ്ങനെ പോയപ്പോൾ പിന്നെ നെക്സ്റ്റ് ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ കോളത്തിലുള്ള സെയിം ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെ? വെർട്ടിക്കൽ കോളത്തിൽ സെയിം ഗ്രൂപ്പ് എന്ന് പറയാം. വെർട്ടിക്കൽ കോളത്തിൽ സെയിം ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എല്ലാം സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ദേ ഷോ സിമിലർ പ്രോപ്പർട്ടീസ്? നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ സെയിം ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആണെന്ന് പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ദി പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഈസ് ഡ്യൂ ടു സിമിലർ വാലൻസീസ് ആഫ്റ്റർ എ റെഗുലർ ഇൻ്റർവൽ. റെഗുലർ ഇൻ്റർവെല്ലിന് സിമിലർ വാലൻസീസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ലിഥിയം എടുക്കുക, വിച്ച് ഹാസ് 1 ഇലക്ട്രോൺ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഈ ലിഥിയത്തിന് 1 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ളത് ലിഥിയത്തിന്. ഇപ്പം നമ്മളിങ്ങനെ ലിഥിയം കഴിഞ്ഞിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ചേരുന്നത്, ഇതിൻ്റെ തൊട്ട് താഴെ വന്ന് ഫോളോ ചെയ്യുന്നത് സോഡിയമാണ്. സോഡിയത്തിന് 281 എന്നാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ലാസ്റ്റ് 1 ആണ്, അല്ലേ? 1 ആണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ പൊട്ടാസ്യം വരും. ഇതിൻ്റെ താഴെ, ഇത് തൊട്ട് താഴെ പൊട്ടാസ്യം വരും. അതിൻ്റെ 2881 എന്നാണ്. ഇവിടെ എല്ലാം ലാസ്റ്റ് ഷെൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണ് ഈ ബോണ്ട് ഫോർമേഷനും കോമ്പൗണ്ട് ഫോർമേഷന് വേണ്ടി അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആവാനുള്ള കാരണം
അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ടാണ്. ഇപ്പോൾ സെയിം ഗ്രൂപ്പിൽ വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ, അതായത് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് സെയിം ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതെല്ലാം സെയിം ഗ്രൂപ്പിലാണ്. ഇതിൻ്റെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ എന്തെന്ന് പറയാം, ഇതിന് സിമിലർ പ്രോപ്പർട്ടീസ് ആണെന്ന് പറയും. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് സിമിലർ ആയിട്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ടാണ് സോ ദിയർ പ്രോപ്പർട്ടീസ് ആർ സിമിലർ. ഇപ്പോൾ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എല്ലാം സിമിലർ പ്രോപ്പർട്ടീസ് ഷോ ചെയ്യാനുള്ള കാരണം ഇതാണെന്ന് പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡിസ്ക്രൈബ് മോഡേൺ പീരിയോഡിക് ടേബിൾ, അല്ലെങ്കിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ വാസ് പ്രിപ്പയർഡ് ബൈ ബോർ ആൻഡ് അതർ കെമിസ്റ്റ്. ഈ ബോറിൻ്റെ ആറ്റോമിക് മോഡലൊക്കെ വെച്ചിട്ടാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ വാസ് പ്രിപ്പയർഡ് ബൈ ബോർ ആൻഡ് അതർ കെമിസ്റ്റ്സ്. ബോറും വേറെ കുറേ കെമിസ്റ്റ്സ് എല്ലാം കൂടി കൂട്ടിയാണ്, ഒരാൾ മാത്രമല്ല ഇത് ഉണ്ടാക്കിയത്. മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ബേസ്ഡ് ഓൺ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ പീരിയോഡിക് ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എലമെൻറ്റ്സ് ആർ അറേഞ്ച് ഇൻ ദി ഓർഡർ ഓഫ് ഇൻക്രീസിങ് ആറ്റോമിക് നമ്പർ. ഇൻക്രീസിങ് ആറ്റോമിക് നമ്പറിലാണ് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ഗ്രൂപ്പ്സ് ദി എലമെൻറ്റ്സ് ആർ പ്ലേസ്ഡ് ഹാവിങ് സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഗ്രൂപ്പിൽ സിമിലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരത്തക്ക വിധം, അങ്ങനെ വരത്തക്ക വിധമാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ ഗ്രൂപ്പ്സ് ദി എലമെൻറ്റ്സ് ആർ പ്ലേസ്ഡ് having similar electronic configuration or having similar number of electrons in their outermost shell. സെയിം ഗ്രൂപ്പിലെ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസിൻ്റെയൊക്കെ നമ്പർ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഇത്രയും പറഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പീരിയഡ്സിനെ കുറിച്ച്, ഇതിൻ്റെ പീരിയഡ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ്. ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് ഷെൽ ഓർ പീരിയഡ് കംപ്ലീറ്റ്സ് അപ് ടു ഹീലിയം. ഫസ്റ്റ് ഷെല്ല് ഹീലിയത്തിൽ കംപ്ലീറ്റ് ചെയ്തു, അറ്റ് നമ്പർ 2. സോ ഫസ്റ്റ് പീരിയഡ് കണ്ടെയ്ൻസ് 2 എലമെൻറ്റ്സ്, ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. ഹൈഡ്രജനും ഹീലിയം മാത്രമാണ് ഫസ്റ്റ് പീരിയഡിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേർട്ടിക്കലായിട്ടുള്ള ഇത് എന്താണ് ഗ്രൂപ്പ്സും ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പീരിയഡ്സുമാണ്. ഫസ്റ്റ് പീരീഡിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്, അല്ലേ, ഹൈഡ്രജനും ഹീലിയവും. സെക്കൻഡ് ഷെല്ലിൽ ഇലക്ട്രോൺ സ്റ്റാർട്ട് ടു ഫിൽ ഫ്രം ലിഥിയം. ഇവിടുത്തെ ലിഥിയം സ്റ്റാർട്ട് ചെയ്യുന്നു. ലിഥിയം സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് 8 ഇലക്ട്രോൺസ് അപ് ടു നിയോൺ. ലിഥിയത്തിൽ നിന്ന് നിയോൺ വരെ. ആറ്റോമിക് നമ്പർ 10 ആണ് നിയോൻ്റെ. അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ സെക്കൻഡ് പീരീഡ് കണ്ടെയ്ൻസ് 8 എലമെൻറ്റ്സ്. സെക്കൻഡ് പീരീഡിൽ 8 എലമെൻറ്റ്സ് ആണ്. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ ആൻഡ് നിയോൺ. ഇങ്ങനെ പോകുന്നു ഈ സെക്കൻഡ് പീരീഡ്. ഫസ്റ്റ് പീരീഡിൽ 2 എലമെൻറ്റ്സ് ഹൈഡ്രജൻ, ഹീലിയം. സെക്കൻഡ് പീരീഡിൽ 8 എലമെൻറ്റ്സ് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ ആൻഡ് നിയോൺ. ഇൻ തേർഡ് ഷെൽ ഇലക്ട്രോൺ സ്റ്റാർട്ട്സ് ടു ഫിൽ ഫ്രം സോഡിയം. തേർഡ് പീരീഡ് സോഡിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് 8 ഇലക്ട്രോൺസ് ഇങ്ങനെ വരുന്ന പോലെ ആർഗൺ വരെ, അല്ലേ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, ഇങ്ങനെ 8 ഇലക്ട്രോൺസ്. ഇതിപ്പോൾ ഷോർട്ട് പീരീഡാണ്. ഫസ്റ്റ് പീരീഡ് 2 എലമെൻറ്റ്സുള്ളൂ, വെരി ഷോർട്ട് പീരീഡാണ്. സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും 8 എലമെൻറ്റ്സ് ഈച്ചാണ്. അതിന് ഷോർട്ട് പീരീഡ്. മറ്റേത് വെരി ഷോർട്ട് ആണെങ്കിൽ ഇത് ഷോർട്ട് പീരീഡ് എന്ന് പറയാം. ഇനി 4th, 5th ആൻഡ് 6th ആൻഡ് 7th. 4th, 5th, 6th ആൻഡ് 7th. 4th, 5th, 6th ആൻഡ് 7th. 4th 18 elements, 5th 18 elements, 6th 32 elements, 7th ഇൻകംപ്ലീറ്റ് ആണ്, 23 എലമെൻറ്റ്സ് ആണുള്ളത്. 23 എലമെൻറ്റ്സ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ
പീരിയഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രൂപ്പ്സ്. നമുക്ക് ഗ്രൂപ്പ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുക നോക്കാം. ഗ്രൂപ്പ്സ് വെർട്ടിക്കൽ കോളംസ് ആർ കാൾഡ് ആസ് ഗ്രൂപ്പ്. വെർട്ടിക്കൽ കോളത്തിനെ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാം നമുക്ക്, അല്ലേ? ഇതാണ് വെർട്ടിക്കൽ കോളംസിനെ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാം. 18 ഗ്രൂപ്പ്സ് ഇൻ ഓൾ. 18 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഗ്രൂപ്പ്സ് കറക്റ്റായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +1 +2 ഒക്കെ പോകുമ്പോൾ നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൂപ്പ്സ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഫസ്റ്റ് ഗ്രൂപ്പ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് 7 എലമെൻറ്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 7 എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ എഴുതാം. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ദീസ് എലമെൻറ്റ്സ് ആർ കോൾഡ് ആൽക്കലി മെറ്റൽസ്. ഈ ഫസ്റ്റ് പീരീഡിനെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കാം. ദീസ് എലമെൻറ്റ്സ് ആർ കോൾഡ് ആൽക്കലി മെറ്റൽസ്. ആൻഡ് ദിസ് ഗ്രൂപ്പ് ഈസ് ഓൾസോ കാൾഡ് ആസ് ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ്. ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ്സ് എന്നും ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ്. മെറ്റൽസ് ആണ്, ആൽക്കലിയാണ്. ആൽക്കലി ബേസിക് നേച്ചറുള്ള, ഇത് ബേസിക് നേച്ചറുള്ളതാണ്. ആൽക്കലിയാണ്, ആൽക്കലീസ് ആണ്. അതുകൊണ്ട് ആൽക്കലി മെറ്റൽസ് എന്ന് പറയാം. ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ്സ് എന്ന് പറയാം ഇതിനെ. ബിക്കോസ് ദി എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് ഈസിലി ഫോം ആൽക്കലീസ്. സ്ട്രോങ് ബേസസ് ഫോം ചെയ്യും, ആൽക്കലീസ് ഫോം ചെയ്യും. അതാണ് ആൽക്കലി എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് എന്ന് പറയാൻ കാരണം. ഓൺ റിയാക്ഷൻ വിത്ത് വാട്ടറുമായിട്ട് ഈ എലമെൻറ്റ്സ് എല്ലാം റിയാക്ട് ചെയ്തിട്ട് സ്ട്രോങ് ആൽക്കലീസ്, സ്ട്രോങ് ബേസസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് 7 എലമെൻറ്റ്സ്, ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നു. സെക്കൻഡ് ഗ്രൂപ്പിൽ 6 എലമെൻറ്റ്സ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പിൽ 6 എലമെൻറ്റ്സ് ആണ്. ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേറിയം, റേഡിയം. റേഡിയം ആണ്, റെഡോൺ അല്ല, റേഡിയം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലും 7 എലമെൻറ്റ്സ്: ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേറിയം ആൻഡ് റേഡിയം. ഈ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നു. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഗ്രൂപ്പ് എന്ന് പറയാം. വൈ? ബിക്കോസ് ദെയർ ഓക്സൈഡ്സ് ആർ ആൽക്കലൈൻ ഇൻ നേച്ചർ. ഓക്സൈഡ്സ് ആൽക്കലൈൻ, ദെയർ ഓക്സൈഡ്സ് ആണ് ആൽക്കലൈൻ. ഓക്സൈഡ്സ് ആർ ആൽക്കലൈൻ ഇൻ നേച്ചർ ആൻഡ് പ്രസൻറ്റ് ഓൺ എർത്ത്. എർത്തിലുണ്ട് താനും, പ്രസൻറ്റ് ഓൺ എർത്ത്. അതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. അപ്പോൾ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആൽക്കലീസിൻ്റെ ആൽക്കലി ക്യാരക്ടറാണ്. ഈ രണ്ടും ആൽക്കലി മെറ്റൽസ് തന്നെയാണ്. പക്ഷേ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്, ഇത് എർത്തിൽ പ്രസൻ്റ് ആണ് ഈ മെറ്റൽസ്. അതുകൊണ്ടാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് എക്സ്ട്രാ ഒരു പേരിട്ട് വിളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ആൽക്കലി മെറ്റൽ ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ദെൻ തേർഡ് ഗ്രൂപ്പ്, 13 to 17. ഫസ്റ്റ് ഗ്രൂപ്പായി, സെക്കൻഡ് ഗ്രൂപ്പായി. ഇനി 13 to 17. ഇങ്ങനെയാണത്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ ഇവിടെയാണ് വരുന്നത്. തേർഡൊക്കെ ഇവിടെ പോട്ടെ. എന്നിട്ട് ഇവിടെയാണ് പറയുന്നത് 13 to 17. All groups contain 5 elements each. ഇതിന് 5 elements ആണ്. 13 to 17. ഈ ഗ്യാപ്പ് പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് പറഞ്ഞു, സെക്കൻഡ് പറഞ്ഞു, 3rd to 12 വരെ പറഞ്ഞില്ല. പിന്നെ 13 to 17 5 elements each ആണ്. 17th ഗ്രൂപ്പിൽ 5 elements ഉണ്ട്. 17th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഞാൻ പറയാം. 17th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഫ്ലോറിൻ, ക്ലോറിൻ,
bromine, iodine, astatine. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ 80 എന്ന് പറയും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ 5 elements of 17th group. These elements are called as halogens. Halogens എന്നാണ് ഇവിടെ നെയിം. And this group is called as halogen group because of the elements react with the metals to form salt. Halo means salt. Gen means producer. Salt producer എന്നാണ്. ഈ ഹാലജൻ 17th ഗ്രൂപ്പ് എലമെൻറ്റ്സിലെ 5 elements എന്ന് പറയുന്നത് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം സോൾട്ട്. സോൾട്ട് പ്രൊഡ്യൂസർ എലമെൻറ്റ്സ്. സോ ഹാലജൻസ് എന്നാണ് ഇതിൻ്റെ പേര്. 17th ഗ്രൂപ്പ് ഹാലജൻസ്. 13th to 17th ഗ്രൂപ്പ് വരെ 5 elements വെച്ചിട്ടുണ്ട് അല്ലേ. 17th ഗ്രൂപ്പ് ആണ്. ഇനി 18th ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാം. എന്താണ് സീറോ ഗ്രൂപ്പ്. സീറോ ഗ്രൂപ്പാണ്. 8th ഗ്രൂപ്പ് ഈ സീറോ ഗ്രൂപ്പ്. 6 elements ആണ്. 7 അല്ല, ഒരു അല്പം കൂടി ഉണ്ട്. 6 സോറി, ഇതെല്ലാം 5 ആണെങ്കിൽ 6 elements ആണ്. 6 elements ഏതൊക്കെയാണ് ഈ സീറോ ഗ്രൂപ്പിലെ, അതായത് 18th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാമോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? നോബൽ ഗ്യാസസ് എന്നൊക്കെയാണ് അവയുടെ പേര് അല്ലേ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, ക്സിനോൺ, റഡോൺ. ഞാൻ റേഡിയം എന്ന് പറഞ്ഞാൽ റഡോൺ എന്ന് പറഞ്ഞില്ല. റഡോൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, ക്സിനോൺ ആൻഡ് റഡോൺ are 6 elements of group 18th, which is zero group. The elements are gases. These elements are all എല്ലാം gases ആണ്. And do not react with any other element in normal conditions. Normal conditions they do not react with any other elements. മറ്റുള്ള എലമെൻറ്റ്സ് ആയിട്ടൊന്നും റിയാക്ട് ചെയ്യില്ല. സോ ദേ ആർ കോൾഡ് as inert gas. ഇനേർട്ടാണ്. അലസൻ, ഇനർട്ടാണ്, ആക്റ്റീവ് അല്ല. അത് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. ഇനേർട്ട് ഗ്യാസ് ഓർ നോബിൾ ഗ്യാസ്. വാട്ട് യു മീൻ ബൈ നോബിൾ? നോബിൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുലീനം, ഭയങ്കര നല്ല ഫാമിലിയിൽ പിറന്നത് അല്ലേ. നല്ല ഫാമിലിയിൽ ജനിച്ച ആളുകൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവില്ല അല്ലേ. മറ്റുള്ളവരായിട്ടൊന്നും ടച്ചൊന്നും ഉണ്ടാവില്ല. അത് നോബിൾ ഗ്യാസാണ്. അവർ ഇലക്ട്രോണിന് വേണ്ടിയൊന്നും മറ്റുള്ളവരുടെ പുറകെ നടക്കില്ല. ഒക്ടിറ്റ് കംപ്ലീറ്റ് ആയതാണ്. നോബിൾ ഗ്യാസ് ഓർ ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ടാണ്. ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് എനി അതർ എലമെൻറ്റ്സ് ഇൻ നോർമൽ കണ്ടീഷനിൽ. മറ്റുള്ള എലമെൻറ്റ്സുമായിട്ടൊന്നും ഇത് റിയാക്ട് ചെയ്യില്ല. ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കും. അപ്പോൾ 13th to 17th കഴിഞ്ഞു. 18th സീറോ ഗ്രൂപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു. ഇനി 3rd to 12 ആണുള്ളത്. 3rd to 12 ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് 13 ഗ്രൂപ്പ്സ്. സെക്കൻഡിലും 13ൻ്റെയും ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് 3rd to 12 ഗ്രൂപ്പ്. There are 10 elements each in periods. ഈച്ച് പീരീഡിലാണ്, ഗ്രൂപ്പിലല്ല. ഈച്ച് പീരീഡിൽ 10 elements. 4 to 6 these elements are called transition elements എന്ന് പറയും. ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 4 to 6 4th പീരീഡ്, 5th പീരീഡ്, 6th പീരീഡ്. 4th പീരീഡ്, 5th പീരീഡ്, 6th പീരീഡ്. Third group to 12 group. These elements are known as transitional elements. Transitional elements. Transitional elements എന്നാണ് ഇതിനെ വിളിക്കുക. ട്രാൻസിഷണൽ എലമെൻറ്റ്സ്. ഓക്കെ. 2nd to 13. ഇനി ഗ്രൂപ്പ് 3rd and 6th പീരീഡ്. ഗ്രൂപ്പ് 3rd and 6th. 3rd ഉണ്ട്, 6th ഉണ്ട്. There are 14 elements. ഗ്രൂപ്പ് 3rd and 6th പീരീഡ്. 3ഡിലും 6ത്തിലും കൂടി 14 elements ഉണ്ട്. 3rd ഉം 6th എന്ന് പറയുമ്പോൾ ഇവിടെ താഴെയുണ്ട്
അതാണ് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. ലാന്തനൈറ്റ്സ് ആൻഡ് ഇൻ ദി ഗ്രൂപ്പ് തേർഡ് ആൻഡ് സിക്സ്ത് പീരീഡ്. ഗ്രൂപ്പ് തേർഡിൽ 6th പീരീഡിൽ 14 എലമെൻറ്റ്സ് ഉണ്ട്. ദേ ആർ കാൾഡ് ലാന്തനൈറ്റ്സ്. ഇൻ ദി സെയിം ഗ്രൂപ്പ്, അതായത് തേർഡ് ഗ്രൂപ്പിൽ 6th പീരീഡിൽ ഇങ്ങനെ ബാലൻസ് ഉള്ള താഴെയാണ് കൊടുത്തിരിക്കുന്നത് ലാന്തനൈറ്റ്സ്. 7th പീരീഡിലും താഴെയാണ് കൊടുത്തിരിക്കുന്നത്, അത് ആക്ടിനൈറ്റ്സ്. ഏതൊക്കെയാണ്? ലാന്തനൈറ്റ്സ്, ലന്താനം മുതൽ അല്ലേ, ലാന്തനൈറ്റ്സ് പിന്നെ ആക്ടിനൈറ്റ്സ്, ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും. ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് പീരീഡ്സും ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രൂപ്പ്സും ക്ലീനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചേ തീരൂ. ഇത് 10th മാത്രമല്ല, 11th 12th ഹയർ സ്റ്റഡീസിന് എവിടെ പോയാലും പീരിയോഡ് ടേബിൾ കറക്റ്റായിട്ട് എലമെൻറ്റ്സ് എവിടെയൊക്കെയാണ്, അതിൻ്റെയൊക്കെ നെയിം എന്താണ്, അതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചേ തീരൂ. അതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ.